നമസ്കാരം. 15ാം കേരള നിയമസഭയുടെ 11ാം സമ്മേളന വിശേഷങ്ങളിലേക്ക് സ്വാഗതം. 11ാം സമ്മേളനത്തിന്റെ 6ാം ദിവസമായ ഇന്ന് സാധാരണ ബിസിനസ്സുകൾക്ക് ശേഷം അനൗദ്യോഗിക അംഗങ്ങളുടെ ബില്ലുകളും സഭ പരിഗണിച്ചു. ചോദ്യോത്തരവേളയിൽ ചോദ്യങ്ങളുടെ പട്ടികയിലെ 4 ചോദ്യങ്ങൾക്കാണ് മന്ത്രിമാർ ഇന്ന് സഭയിൽ വാക്കാൽ മറുപടി നൽകിയത്. കേരള സ്റ്റേറ്റ് ഓർഗൻ ആൻഡ് ടിഷ്യൂ ട്രാൻസ്പ്ലാന്റ് ഓർഗനൈസേഷൻ മൃതസഞ്ജീവനി പദ്ധതി, തീരപരിപാലന നിയമം, അവയവ കടത്തുമായി ബന്ധപ്പെട്ട് സ്വീകരിച്ച നടപടികൾ എന്നിവ സംബന്ധിച്ച അംഗങ്ങളുടെ ചോദ്യങ്ങൾക്കാണ് ബന്ധപ്പെട്ട മന്ത്രിമാർ ഇന്ന് മറുപടി പറഞ്ഞത്. കേസ് ഓട്ടോ രൂപീകരിച്ചത് ഈ സർക്കാർ അധികാരത്തിൽ വന്ന ശേഷമാണെന്നും 49 അവയവദാന കേന്ദ്രങ്ങളാണ് സംസ്ഥാനത്തുള്ളത് എന്നും ആരോഗ്യ വനിതാ ശിശു വികസന വകുപ്പ് മന്ത്രി ശ്രീമതി വീണ ജോർജ് ചോദ്യോത്തരവേളയിൽ അറിയിച്ചു. സർക്കാരിന്റെ കാലഘട്ടത്തിലാണ് സർ കേസോട്ടോ രൂപീകരിക്കുന്നത്. 95 ചാരിറ്റബിൾ സൊസൈറ്റീസ് ആക്ട് പ്രകാരമാണ് ഇത് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. നിലവിൽ സംസ്ഥാനത്തെ അവയവമാറ്റ പ്രക്രിയയിൽ പ്രത്യേകമായി മരണാനന്തര അവയവമാറ്റം, അവയവദാനം, അതോടൊപ്പം തന്നെ ലൈവ് ഡോണേഴ്സിൽ നിന്ന് അവയവങ്ങൾ ദാനം ചെയ്യുമ്പോഴുള്ള ഈ പ്രവർത്തനങ്ങളെ ഏകോപിപ്പിക്കുന്നതിനുള്ള ഒരു സംവിധാനമാണ് കേസോട്ടോ. നിലവിൽ വന്നതിന് ശേഷം സർ ട്രാൻസ്പ്ലാന്റുകൾക്ക് സമയബന്ധിതമായി ആ സെന്ററുകൾക്ക് ഇൻസ്പെക്ഷൻ നടത്തി ലൈസൻസ് കൊടുക്കുന്നതിന് കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ സംസ്ഥാനത്ത് നിലവിൽ 49 ട്രാൻസ്പ്ലാന്റ് സെന്ററുകളാണ് ഉള്ളത്. സംസ്ഥാനത്ത് 10% താഴെ മാത്രമേ മരണാനന്തര അവയവദാനം നടക്കുന്നുള്ളൂവെന്ന് ആരോഗ്യവകുപ്പ് മന്ത്രി ശ്രീമതി വീണ ജോർജ് പറഞ്ഞു. നമ്മുടെ സംസ്ഥാനത്ത് നടക്കുന്ന അവയവദാനങ്ങളിൽ 10% താഴെ മാത്രമേ മരണാനന്തര അവയവദാനമുള്ളൂ. ബാക്കിയെല്ലാം അല്ലാതെയാണ്, ലിവിംഗ് ഡോണേഴ്സിൽ നിന്നാണ് ഈ അവയവദാനം നടക്കുന്നത് സർ. അതുകൊണ്ട് ശക്തമായിട്ടുള്ളൊരു ബോധവൽക്കരണ പ്രവർത്തനം, ഇത്തരത്തിലുള്ള തെറ്റായ നടപടി പ്രചരണങ്ങളെ അതിജീവിക്കുന്നതിന് വേണ്ടി അതോടൊപ്പം തന്നെ ശക്തമായിട്ടുള്ള നിയമപരമായിട്ടുള്ള നിരീക്ഷണങ്ങളും ഈ മേഖലയിൽ സംസ്ഥാന സർക്കാർ കേസോട്ടോയിലൂടെ നടത്തുന്നു. അവയവദാനത്തിൽ യാതൊരു കാരണവശാലും പണമിടപാട് അനുവദിക്കില്ലെന്നും മന്ത്രി വ്യക്തമാക്കി. പണമിടപാട് ഇതിൽ ഒരു കാരണവശാലും നിയമപരമായിട്ട് അനുവദിക്കപ്പെടുന്നതല്ല. പണമിടപാട് ഉണ്ട് എന്ന് പറഞ്ഞാൽ അത് കുറ്റകരമാണ്. ഏത് ആശുപത്രിയിലാണ് അങ്ങനെ പണമിടപാട് നടന്നതായിട്ടോ അല്ലെങ്കിൽ ഇടനിലക്കാർ ഉള്ളതായിട്ടോ തെളിഞ്ഞാൽ ആ ആശുപത്രിയുടെ ട്രാൻസ്പ്ലാന്റിന്റെ ലൈസൻസ് റദ്ദാക്കുന്നതിന് ഈ നിയമം അത് വ്യവസ്ഥ ചെയ്യുന്നുണ്ട് സർ. അവയവ കച്ചവടത്തിനെതിരെ കിട്ടിയ പരാതികളിന്മേൽ വിശദമായ അന്വേഷണം നടത്തിവരുന്നതായി മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ ചോദ്യോത്തരവേളയിൽ അറിയിച്ചു. നെടുമ്പാശ്ശേരി പോലീസ് സ്റ്റേഷൻ ട്രെയിൻ നമ്പർ 544/2024 നമ്പർ പ്രകാരം രജിസ്റ്റർ ചെയ്ത കേസിൽ സാബിത്ത് നാസർ, സജിത് ശ്യാം, വെല്ലംകൊണ്ട രാമപ്രസാദ് എന്നിവരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഈ റാക്കറ്റിൻ്റെ സൂത്രധാരനായ മധു ജയകുമാർ എന്നയാൾക്ക് എതിരെ ബ്ലൂ കോർണർ നോട്ടീസ് പുറപ്പെടുവിക്കുന്നതിന് ഇന്റർപോൾ മുഖേന നടപടി സ്വീകരിച്ചിട്ടുണ്ട്. നെടുമ്പാശ്ശേരി പോലീസ് ഇൻസ്പെക്ടറുടെ നേതൃത്വത്തിൽ 13 അംഗ അന്വേഷണ സംഘത്തെ നിയോഗിച്ച് കൂടുതൽ വിശദമായ അന്വേഷണം നടന്നുവരുന്നു. അനധികൃത അവയവദാനം സംബന്ധിച്ച് ക്രൈംബ്രാഞ്ച് അന്വേഷണം നടത്തിവരുന്നതായും മുഖ്യമന്ത്രി പറഞ്ഞു. നിയമപ്രകാരമല്ലാത്ത അവയവദാനം അത് സംബന്ധിച്ച് അന്വേഷിക്കുന്നതിന് ക്രൈംബ്രാഞ്ച് ADGPയെ ചുമതലപ്പെടുത്തിയിരുന്നു. അതിൽ വിവിധ പ്രദേശങ്ങളിലെ അവയവദാതാക്കളുണ്ട്, സ്വീകർത്താക്കളുണ്ട്, ആശുപത്രികളുണ്ട്. ഇവരിൽ നിന്നെല്ലാമുള്ള വിശദാംശങ്ങൾ ക്രൈംബ്രാഞ്ച് അന്വേഷിച്ചു വരികയാണ്. തീരദേശ പരിപാലന അതോറിറ്റിയുടെ മുൻകൂർ അനുമതി വാങ്ങാതെ നിർമ്മിച്ച കെട്ടിടങ്ങൾ ക്രമവൽക്കരിക്കാൻ അതിവേഗം നടപടിയെടുക്കുമെന്ന് മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ അറിയിച്ചു. തീരദേശത്തെ കെട്ടിട നിർമ്മാണ പ്രവർത്തനങ്ങൾക്കുള്ള അനുമതി നിലവിലെ CRZ വ്യവസ്ഥകൾക്ക് വിധേയമായി നൽകി വരുന്നുണ്ട്. പുതിയ പരിപാലന പ്ലാൻ നടപ്പാകുന്ന മുറക്ക് 300 ചതുരശ്ര മീറ്റർ വരെയുള്ള വീടുകൾക്കുള്ള അനുമതി തദ്ദേശഭരണ സ്ഥാപനങ്ങൾക്ക് നൽകാനാകും. സഭയിൽ അവതരിപ്പിച്ച ശ്രദ്ധ ക്ഷണിക്കലിന് ബന്ധപ്പെട്ട മന്ത്രി മറുപടി നൽകി. ചെമ്മീൻ പീലിംഗ് മേഖലയിൽ തൊഴിലെടുക്കുന്ന സ്ത്രീകളുടെ സാമ്പത്തിക ആരോഗ്യ പ്രശ്നങ്ങൾ സംബന്ധിച്ച് ശ്രീ H. സലാം അവതരിപ്പിച്ച ശ്രദ്ധ ക്ഷണിക്കലിന് തൊഴിൽ വകുപ്പ് മന്ത്രി ശ്രീ V. ശിവൻകുട്ടി മറുപടി നൽകി. ചെമ്മീൻ പീലിംഗ് തൊഴിലാളികളുടെ മിനിമം വേതനം പുതുക്കി നിശ്ചയിക്കുന്നതിന് നടപടികൾ സ്വീകരിച്ചു വരുന്നതായി മന്ത്രി അറിയിച്ചു. ഏതാണ്ട് 99% സ്ത്രീ തൊഴിലാളികൾ ജോലിയെടുക്കുന്ന ഒരു മേഖലയാണ്. മണിക്കൂറുകൾ ഐസ് വെള്ളത്തിലും മത്സ്യത്തിൻ്റെ അവശിഷ്ടത്തിലുമൊക്കെ നിന്ന് സമ്പർക്കം പുലർത്തേണ്ട സാഹചര്യമാണ്.
ഇതുമൂലം പലപ്പോഴും ഈ തൊഴിലാളികളുടെ കൈവിരലുകൾ അതഴുകി പൊട്ടുന്ന സാഹചര്യം വരെ പലപ്പോഴും സംഭവിക്കുന്ന നിലയുണ്ട്. സംസ്ഥാനത്തെ ചെമ്മീൻ പീലിംഗ് മേഖലയിൽ പണിയെടുക്കുന്ന തൊഴിലാളികൾ ഉൾപ്പെടെ ഫിഷ് പീലിംഗ്, ഫിഷ് കാനിങ്, ഫ്രീസിംഗ്, മത്സ്യവിഭവങ്ങളുടെ കയറ്റുമതി മേഖലയിൽ പണിയെടുക്കുന്ന തൊഴിലാളികൾക്ക് 2018 ആഗസ്റ്റ് 2 തൊഴിൽ വകുപ്പ് വിജ്ഞാപന പ്രകാരം സർക്കാർ മിനിമം വേതനം പുതുക്കി നിശ്ചയിച്ചിട്ടുണ്ട്. വെള്ളിയാഴ്ച ആയതിനാൽ ഇന്ന് 4 സബ്മിഷനുകൾക്കാണ് സഭയിൽ മറുപടി നൽകിയത്. എറണാകുളത്തെ KSRTC ബസ് സ്റ്റാൻഡുമായി ബന്ധപ്പെട്ടുള്ള അതിൻ്റെ ശോചനീയാവസ്ഥയാണ് ഈ സബ്മിഷനിലൂടെ ഞാൻ ഈ സഭയുടെ ശ്രദ്ധയിൽ കൊണ്ടുവരുന്നത്. KSRTCയുടെ CMD ശ്രീ പ്രമോദ് അവിടെ വന്നിരുന്നു, ഒരു പഠനം നടത്തി ആദ്യഘട്ടമായിട്ട് മനസ്സിലാക്കി. പിന്നെ KSRTCയുടെ ഉദ്യോഗസ്ഥർ വന്ന് നോക്കി. നേരിട്ട് MLAയുടെ സാന്നിധ്യത്തിൽ നാളെ നമ്മൾ പരിശോധിച്ചിട്ട് ഇതിൻ്റെ ഫൈനൽ തീരുമാനമെടുക്കും. ഉടൻ തന്നെ അതിൻ്റെ നിർമ്മാണം ആരംഭിക്കും. പാലക്കാട് ജില്ലയിൽ 934 റേഷൻ കടകളിൽ 10% SC/ST വിഭാഗങ്ങൾക്ക് സംവരണം ചെയ്തിട്ടുണ്ട്. എന്നാൽ SC/ST വിഭാഗങ്ങൾക്ക് വേണ്ടി വിജ്ഞാപനം ചെയ്യപ്പെട്ട പല സെൻറ്ററുകളും ചില ബാഹ്യ ശക്തികളുടെ ഇടപെടലിൻ്റെ പേരിൽ കോടതി വ്യവഹാരങ്ങൾ കുടുങ്ങിക്കിടക്കുകയാണ് സാർ. ഈ സർക്കാരിൻ്റെ കാലയളവിൽ സംസ്ഥാനത്ത് ആകെ 180 ലൈസൻസി നിയമനമാണ് നടത്തിയിട്ടുള്ളത്. ഇതിൽ SC, ST, PH വനിതാ വിഭാഗങ്ങൾക്കായി യഥാക്രമം 119, 18, 41, 2 എന്നിങ്ങനെ പൂർണ്ണമായും സംവരണ വിഭാഗത്തിലാണ് കടകൾ അനുവദിച്ചിട്ടുള്ളതെന്നുള്ള കാര്യം ഈ സഭയുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ്. അനൗദ്യോഗിക ബില്ലുകളുടെ അവതരണാനുമതിക്കുള്ള 5 ഉപക്ഷേപങ്ങൾ ഇന്ന് സഭ പരിഗണിച്ചു. 2024 കേരള ഗിഗ് പ്ലാറ്റ്ഫോം തൊഴിലാളി ക്ഷേമനിധി ബില്ലിന്റെ അവതരണ അനുമതിക്കുള്ള ഗവൺമെന്റ് ചീഫ് വിപ്പ് ഡോക്ടർ N. ജയരാജന്റെ ഉപക്ഷേപം സർക്കാർ നിയമം കൊണ്ടുവരുന്നത് പരിഗണിക്കാമെന്ന് മന്ത്രി V. ശിവൻകുട്ടി അറിയിച്ചതിനെ തുടർന്ന് അദ്ദേഹം പിൻവലിച്ചു. ഡോക്ടർ N. ജയരാജ്, അങ്ങേക്ക് 2024 കേരള ഗിഗ് പ്ലാറ്റ്ഫോം തൊഴിലാളി ക്ഷേമനിധി ബില്ലിന്റെ അവതരണാനുമതിക്കുള്ള ഉപക്ഷേപം അവതരിപ്പിക്കേണ്ടതാണ്. സർ, 2024 കേരള ഗിഗ് പ്ലാറ്റ്ഫോം തൊഴിലാളി ക്ഷേമനിധി ബില്ലിന് അവതരണാനുമതി നൽകണമെന്ന ഉപക്ഷേപം ഞാൻ അവതരിപ്പിക്കുന്നു. ഗിഗ് വർക്കേഴ്സ് പ്ലാറ്റ്ഫോം തൊഴിലാളികളുടെ ക്ഷേമം മുൻനിർത്തിക്കൊണ്ട് അവരുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിന് വേണ്ടി ഒരു ബില്ല് കൊണ്ടുവരുന്നതിന് വേണ്ടി സംസ്ഥാന ഗവൺമെൻറ് ആലോചിക്കുന്നുണ്ട്. ആ ബില്ലിൻ്റെ പണിപ്പുരയിലാണ് ലേബർ ഡിപ്പാർട്ട്മെൻറ്റ് എന്നുള്ള കാര്യം കൂടി അറിയിക്കുന്നു. അതുകൊണ്ട് അങ്ങയുടെ ഇത് പിൻവലിക്കുക തെറ്റില്ല എന്നുള്ള കാര്യമാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. ഡോക്ടർ N. ജയരാജ്, അങ്ങ് ഉപക്ഷേപം പ്രസ് ചെയ്യുന്നുണ്ടോ? സർ, ബഹുമാനപ്പെട്ട ഗവൺമെൻറ് മന്ത്രി ഈ കാര്യത്തിലെടുത്ത് വളരെ പോസിറ്റീവായ നിലപാടിനോട് നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഞാൻ എൻ്റെ പ്രമേയം പിൻവലിക്കും. ഉപക്ഷേപം പിൻവലിച്ചിരിക്കുന്നു. ശ്രീ ചാണ്ടി ഉമ്മൻ നോട്ടീസ് നൽകിയ 2024 കേരള ആൾക്കൂട്ട കൊലപാതകങ്ങൾ, രാഷ്ട്രീയ കൊലപാതകങ്ങൾ, വർഗീയ കൊലപാതകങ്ങൾ, ദുരഭിമാന കൊലപാതകങ്ങൾ നിയന്ത്രിക്കലും അതിവേഗ വിചാരണ നടത്തി വിധി പുറപ്പെടുവിക്കുന്നതും ഉറപ്പാക്കൽ ബില്ലിന് സഭ അവതരണാനുമതി നിഷേധിച്ചു. ശ്രീ ചാണ്ടി ഉമ്മൻ, അങ്ങേക്ക് 2024 കേരള ആൾക്കൂട്ട കൊലപാതകങ്ങൾ, രാഷ്ട്രീയ കൊലപാതകങ്ങൾ, വർഗീയ കൊലപാതകങ്ങൾ, ദുരഭിമാന കൊലപാതകങ്ങൾ നിയന്ത്രിക്കലും അതിവേഗ വിചാരണ നടത്തി വിധി പുറപ്പെടുവിക്കുന്നതും ഉറപ്പാക്കൽ ബില്ലിന്റെ അവതരണാനുമതിക്കുള്ള ഉപക്ഷേപം അവതരിപ്പിക്കാവുന്നതാണ്. സർ, 2024 കേരള ആൾക്കൂട്ട കൊലപാതകങ്ങൾ, രാഷ്ട്രീയ കൊലപാതകങ്ങൾ, വർഗീയ കൊലപാതകങ്ങൾ, ദുരഭിമാന കൊലപാതകങ്ങൾ നിയന്ത്രിക്കലും അതിവേഗ വിചാരണ നടത്തി വിധി പുറപ്പെടുവിക്കുന്നതും ഉറപ്പാക്കൽ ബില്ലിന് അവതരണാനുമതി നൽകണമെന്ന ഉപക്ഷേപം ഞാൻ അവതരിപ്പിക്കും. ഉപക്ഷേപത്തെ പിന്താങ്ങേണ്ടതാണ്. ഉപക്ഷേപത്തെ അനുകൂലിക്കുന്നവർ, പ്രതികൂലിക്കുന്നവർ ബില്ലിന് അവതരണാനുമതി നിഷേധിച്ചിരിക്കുന്നു. 2024 കേരള ഹരിത കർമ്മസേന ക്ഷേമനിധി ബിൽ, 2021 കേരള സംസ്ഥാന പാഴ്വസ്തു ശേഖരണ തൊഴിലാളി ക്ഷേമനിധി ബിൽ, 2021 കേരള കാർഷിക ഉൽപ്പന്നങ്ങൾക്ക് അർഹമായ തറവില ഉറപ്പാക്കൽ ബിൽ എന്നിവ സംബന്ധിച്ച ഉപക്ഷേപങ്ങൾ ചർച്ച പൂർത്തിയാവാത്തതിനെ തുടർന്ന് തുടർ ചർച്ചകൾക്കായി മാറ്റിവെച്ചു. അപ്പോൾ ഇത് തുടർ ചർച്ചയ്ക്കായി മാറ്റിവെക്കുന്നു. തുടർ ചർച്ചകൾക്കായി ഇന്നത്തേക്ക് മാറ്റിവെച്ചിരുന്ന 2021 സംസ്ഥാനത്തെ ജില്ലാ ടൂറിസം പ്രൊമോഷൻ കൗൺസിലുകൾ ഏകോപിപ്പിക്കുന്നതിനുള്ള അപ്പക്സ് കൗൺസിൽ രൂപീകരണ ബിൽ, 2021 കേരള ഉച്ചഭാഷിണി വെളിച്ച സംവിധാന തൊഴിലാളി ക്ഷേമനിധി ബിൽ, 2021 കേരള അന്ധവിശ്വാസ അനാചാര നിർമ്മാർജ്ജന ബിൽ എന്നിവയുടെ അവതരണാനുമതിക്കുള്ള ഉപക്ഷേപങ്ങൾ സഭയുടെ അനുമതിയോടെ പിൻവലിച്ചു. ശ്രീ KD പ്രസന്റ്, അങ്ങ് ഉപക്ഷേപം പ്രസ് ചെയ്യുന്നുണ്ടോ? പ്രസ് ചെയ്യാത്ത പക്ഷം സഭയുടെ അനുമതിയോടെ ഉപക്ഷേപം പിൻവലിച്ചിരിക്കുന്നു. ഇതിൽ 2021 കേരള അന്ധവിശ്വാസ അനാചാര നിർമ്മാർജ്ജന ബിൽ സംബന്ധിച്ച് സർക്കാർ നിയമം കൊണ്ടുവരുന്നത് പരിഗണിക്കാമെന്ന് മുഖ്യമന്ത്രിക്ക് വേണ്ടി മന്ത്രി ശ്രീ V. ശിവൻകുട്ടി സഭയെ അറിയിച്ചു. നിയമപരിഷ്കാര കമ്മീഷൻ ശുപാർശ സർക്കാരിൻ്റെ പരിശോധനയിലുള്ള വിഷയമായതിനാൽ ഈ ബിൽ പരിഗണിക്കേണ്ടതില്ല.
നടപടികൾ പൂർത്തിയാക്കി ഉച്ചയ്ക്ക് 12:15 സഭ ഇന്നത്തേക്ക് പിരിഞ്ഞു. തിങ്കളാഴ്ച സഭ വീണ്ടും സമ്മേളിക്കും. ഓർഡർ. സഭ ഇപ്പോൾ പിരിയുന്നതും തിങ്കളാഴ്ച രാവിലെ 9 മണിക്ക് വീണ്ടും സമ്മേളിക്കുന്നതാണ്. ഇന്നത്തെ നിയമസഭാ വിശേഷങ്ങൾ ഇവിടെ സമാപിക്കുന്നു. നമസ്കാരം.